നല്ല സിൽക്ക് ഷർട്ടാണല്ലോ. മൊബൈലും ബ്ലാക്ക് കാറ്റും ഉണ്ട്. ഇതാരേ പുതിയ അവതാരം? ഹലോ ഹലോ. മൊബൈലും വാവച്ചൻ അമേരിക്ക ഫോക്കാമോടെ സെക്രട്ടറി മലയാളി സമാജം. ഞാനൊക്കെ താമസം സാൻ ഫ്രാൻസിസ്കോയില. ഫ്രാൻസിസ് പോപ്പിന്റെ അത് സ്ഥലത്തിന്റെ പേരാണെന്ന്. ഇംഗ്ലീഷ് അറിയില്ല. എന്താ കാര്യം? ഞാനൊക്കെ താമസം അമേരിക്കയിലാണെങ്കിലും ഞാൻ ഈ പൊൻകുന്നംകാരനാ. നമുക്ക് മറ്റവനെ ഒന്ന് മീറ്റ് ചെയ്യണം. എന്നാ അവന്റെ പേര്? അതെ, രാജ്കുമാറിനെ ഒന്ന് മീറ്റ് ചെയ്യണം. സാറിനെ കാണാൻ വന്നാ? ഇപ്പൊ ഷോട്ട് എടുക്കുമെന്ന് നടക്കുകയല്ല. അയ്യോ, ഒക്കത്തില്ല, എനിക്ക് തന്നെ പോകണതാ. ഞാൻ താമസം അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലാണെങ്കിൽ എനിക്ക് എത്തേണ്ടത് ഒക്കൽഹാമയില. എന്നെ ഒക്കൽഹാമയാണല്ലോ ഇന്ന് കാണാൻ. ഒക്കൽഹാമയല്ല, ഒക്കൽഹാമ. അമേരിക്കയിലെ ഓരോ സ്ഥലങ്ങളുടെ പേര് കേട്ടില്ലേ? നമ്മൾ ചിരിച്ചിരിച്ച് ചാവത്തോ. എനിക്ക് അത്ര ഇതൊന്നും മന്നില്ല. സത്യമാട്ടോ പറഞ്ഞേ. എന്നെങ്കിലും ഷൂട്ടിങ്. എടാ പോയി പെട്ടി രാജ്കുമാർ മനസ്സിലായോ? വാവച്ചൽ അമേരിക്കയിലെ ഫോക്കാമോടെ സെക്രട്ടറി. മനസ്സിലായില്ലയോ? ഏത് ഭ്രാന്തനോടത് പിടിച്ചു മാറ്റ്. അടിപൊളി ഡ്രസ്സാ കേട്ടോ. ഹലോ മിസ്റ്റർ, നമുക്ക് ഇത് ഞങ്ങളൊന്ന് എടുത്തോട്ടെ പ്ലീസ്. ഹീറോയിൻ ഇല്ലേ മോളുടെ അഭിനയം എനിക്ക് എന്നെ ഇഷ്ടം അറിയോ? അഭിനയം കാണുമ്പോ തന്നെ രോമൊക്കെ അങ്ങ് എഴുന്നേറ്റു. അൽഫോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വൈഫാ രാജ്കുമാറിന് ഭയങ്കര ഇഷ്ടം. സാറിന് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സെക്രട്ടറി സാൻ ഫ്രാൻസിസ്കോ ഷാജി ആൽബം കൊടുത്തേ. ഇതിൽ ഞാനവിടെ ഈ നാലാമത്തെ വരിയിലെ മഞ്ഞ ഷർട്ട് ഞാനാ കേട്ടോ. അല്ല ഭായി, എത്ര പേരെ കാണുന്നത് നമ്മൾ ഓർത്തു വെക്കാൻ പറ്റുമോ? അറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഫ്രെയിമിൽ ഇങ്ങോട്ട് മാറി നിൽക്കാം. ഫ്രെയിം അല്ല, നീ എന്റെ ക്ലോസ് ഫ്രണ്ട്. അമേരിക്കയിൽ നിന്ന് 1 കോടി അഡ്വാൻസ് ആയിട്ട് വന്ന പ്രൊഡ്യൂസറാണ് ഞാനെന്ന്. ഇദ്ദേഹത്തിനെ വെച്ച് ഈ ചരിത്രത്തിൽ ചെയ്യുന്ന ഏറ്റവും ബിഗ് ബഡ്ജറ്റ് പടം ഇരിക്കുന്നത്. ഷാജി കാശും കൊടുത്ത് ഇന്നാ 1 കോടി ഉണ്ട്, കൈ പിടിച്ചേ. ഇതൊരു കോടിയുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ 1997 ഡിസംബറിൽ ഈ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. കാരണം അൽഫോൺസ് നാട്ടിലേക്ക് വരികയാണ്, അവളുടെ ബർത്ത്ഡേ ആണ് അന്ന് തുടങ്ങിയിരിക്കുന്നത്. അല്ല, ഇത്ര പെട്ടെന്ന് കഥയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ നോക്കണം. സാർ കമ്മിറ്റ് ചെയ്യുന്നേ. ഇപ്പൊ സാറിന്റെ ഉള്ളിൽ തന്നെ എന്തുമാത്രം കള്ളക്കഥകളുണ്ടാവും. അത് വെച്ച് അങ്ങ് കീച്ചെന്നെ സാറുണ്ടാവില്ലേ? ശരിയാവും. കമ്മിറ്റ് ചെയ്തോ? ഡേറ്റ് ഡിസംബർ ജലന്റെ ഡേറ്റാ. നല്ല സബ്ജക്റ്റ് ആയിരുന്നു. മാറ്റി എഴുതാൻ പറയല്ലേ? പറയണം. അത്രേ ഉള്ളന്നേ. മോളുടെ എല്ലാ മൂവീസും ഞാൻ വാച്ച് ചെയ്യാറുണ്ട് കേട്ടോ. കോമഡിയും ബെസ്റ്റാ. ചിരിച്ചിരിച്ച് അങ്ങ് മരിക്കും. എത്ര റേറ്റ്? ഷാജി ആ കാശ് എടുത്തേ. ഇത് 10 ലക്ഷം രൂപ. ഇതങ്ങ് വെച്ചു. എടുക്ക്. ആ ക്യാരക്ടറല്ല സാറങ്ങ് തീരുമാനിക്കുന്നേ. മേടിച്ചോ. എന്താ പുള്ളിക്കാരന്റെ ഒരു ചിരി. ഒരു പടം കഴിയുമ്പോഴേ അത് കരച്ചിലായിട്ട് മാറിക്കോളൂ. അപ്പൊ സൂപ്പർ സ്റ്റാർ നായകനായി, കവിത നായികയായി. ഫിക്സ്. യോ രാജാവണിയല്ലേ? രാജാവണി. യോ നിങ്ങളുടെ പരിപാടി ഞാൻ ഒരുപാട് കണ്ടതാ. അമേരിക്കയിൽ വന്നപ്പോ എന്നാ ഒളിപ്പായിരുന്നു. ഗംഭീരായിരുന്നു കേട്ടോ. നമ്മളൊരു മൂവി ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അഡ്വാൻസ് റെഡിയാണ്. ഓക്കെ. അയ്യോ, എനിക്ക് അഡ്വാൻസ് ഒന്നും വേണ്ട, ഞാൻ അഭിനയിച്ചോളാം. മൂവി സ്റ്റാർസ് അല്ലേ നിങ്ങൾ? ഒരുമിച്ചേക്ക് നമുക്കൊരു സ്നാപ്പ് എടുക്കാം. ഷാജിയെ ഇവർക്ക് അഡ്വാൻസ് കൊടുക്കണം കേട്ടോ. ഒരു ഉമ്മ വെച്ചോട്ടെ. ഒക്കൽബാമൻ ഇങ്ങ് വന്നേ. 3-4 പേർക്ക് കൂടെ അഡ്വാൻസ് കൊടുക്കുന്ന കാര്യം തനിക്കോ? എനിക്ക് വേണമല്ലോ. അഡ്വാൻസ് കിട്ടിയില്ലേ? ഷാജിയെ ആർട്ടിസ്റ്റ് അഡ്വാൻസ് കൊടുക്കും. ആനക്ക് കൊടുത്താൽ പോരെ, പിണ്ടത്തിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമ്മുടെ മൂവിയിൽ ആനയും പിണ്ടവും എല്ലാം വേണം. പിണ്ടം വെച്ച് കൈ തരുമ്പോ. സാറേ നമസ്കാരം. നായനായിട്ട് അഭിനയിക്കാൻ കിട്ടും. എന്റെ ഇവിടെ തുടങ്ങിയൊരു മുഴുവൻ വലിയ നിലവില. നല്ല രാശിയാ. എന്നാ പടം തുടങ്ങുന്നേ? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നായിക ഞാനാണേ. നായികയോ? നിങ്ങളോ? എന്റെ ദൈവേ. എന്നാ ഞാനായി പറ്റിയല്ലേ? പറ്റില്ലെന്നോ? എന്റെ ഭാഗ്യമല്ലേ അത്. ഓ വേറെ റെഡിയാവാ. എന്നാ ഞാൻ ചെല്ലട്ടെ സാറേ. നീ വാട മോനെ. ഒരു ബ്ലൈൻഡ് സ്ട്രീറ്റ് സിംഗറുടെ കഥയാന്നാ പറഞ്ഞേ. കമലഹാസൻ അന്തനായിട്ട് അഭിനയിച്ചിട്ട് ഓടിയിട്ടില്ല. പിന്നെയല്ലേ രാജപാർവൈ കേട്ടിട്ടില്ലേ? ഹരിസാർ ഒന്നും കാണാണ്ട് എങ്ങനെ ഇറങ്ങോ? അയാൾക്ക് വട്ട പോത്തിനെ കിട്ടിയ അയാൾ നായനായിട്ട് അഭിനയിക്കും. പിന്നല്ലേ താൻ അവന്റെ നായികയായിട്ട് അഭിനയിക്കാൻ പോകണോ? എന്നാ പിന്നെ തീരുമാനമായി. അയ്യേ ഞാനോ? ഞാൻ ചുമ്മാ ഇവിടെ സൂപ്പർ സ്റ്റാർ പടത്തിന് ഡേറ്റ് ഇല്ല. പിന്നെ ഞാനൊരു ഭാഗ്യ നായികയല്ലേ സാറേ. അപ്പോഴെന്താ പറഞ്ഞു വന്നത്? കാലിങ്ങനെ കലുഷിതായിക്കൊണ്ടിരിക്കണ കാലത്തിങ്കൽ സ്കൂളിൽ നിന്ന് മാഷ് പറഞ്ഞു കുട്ടിയൊക്കെ മോണോ ആക്ട് വേണമെന്ന്. എന്താ മോണോ ആക്ട്? ഏതാ അടുത്ത ഐറ്റം? അടുത്ത ഫിലോമിൻ ചേച്ചിയാ. ഭാരതാംബേ നിന്നൊക്കെ ആരെന്റെ ആരപ്പാപ്പനാക്കിയത്? അതിങ്ങോട്ട് താടാ. തളിയാനെ പനിനീര്. ഇവിടെ തളിയാനെ പനിനീര്. പനിനീര് തെളിയാനെ. അടുത്ത ശീലാമയാ. എന്റെ കൊച്ചു മുതലാളി, എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലല്ലേ കൊച്ചു മുതലാളി. ആസ്മയുള്ള ശീലേന്ദ്രാ. മിണ്ടാണ്ടിരിക്കട സുഖമേ. മണിച്ചേട്ടൻ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നന്നായിണ്ട്. പെൺകുട്ടികളും മിമിക്രിയിൽ കുറവാ, അതുകൊണ്ട് കസറിട്ടാ. താങ്ക് യു ഏട്ടാ. കണ്ണൂരുകാരിയാ മൃഗാളിനി.
മൃഗാളിനിയല്ല മൃണാളിനി. ഡാ, മൃണാളിനി എനിക്കറിയാം. എന്റെ പേര് എല്ലാവർക്കും പ്രശ്ന. പേരെന്തോ ആട്ടെ, പേര് ദോഷം ഉണ്ടാക്കായിരുന്നാ മതി ഡാ, ഞങ്ങള് രണ്ടാളും ഒരുമിച്ച് ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ വന്നേ. ഇയാളൊട്ട് അഭിനയിച്ചതും ഇല്ല, ഞാൻ അഭിനയിച്ച തൊട്ട് സിനിമയിൽ ഉണ്ടായതും ഇല്ല. ഭാഗ്യം. എന്നാ പിന്നെ നോക്കിയാലോ, മറ്റന്നാൾ ദുബായിലാ ആദ്യ ഷോ. ഉമ്മക്ക് എന്തൊട്ട് റിഹേഴ്സല്, സ്റ്റേജിലൊക്കെ അങ്ങോട്ടാ പൊരിക്കുക ഇല്ലട സുഖേ. പിന്നെ അല്ല. ഇങ്ങനെ നോക്കി കളിയാക്കൊന്നും വേണ്ട, എന്റെ മുഖത്തിന്റെ കുഴപ്പം എനിക്ക് തന്നെ അറിയാം. അയ്യോ അതല്ല, നിങ്ങളെ കണ്ടിട്ട് ചിരി നിക്കുന്നില്ലപ്പ. എനിക്ക് ചേട്ടന്റെ പാട്ട് ഭയങ്കര ഇഷ്ടാ. പിന്നെ ആ പട്ടിയുടെ ആക്ഷൻ ഒന്ന് കാണിക്കോ, ഒന്ന് കാണിക്കും മണിച്ചേട്ടാ. ഇപ്പോഴത്തെ പെമ്പിള്ളേക്ക് പട്ടീനെയും കുതിരനെയൊക്കെ പിടിക്കുള്ളൂ. ചേട്ടാ പ്ലീസ് കാണിച്ചു കൊടുക്കല്ലേ? കാണിച്ചു കൊടുക്ക്. നാദാ പിടിച്ചോ. ജിമ്മി എന്നാ പാപ്പ. ചേട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തന്നെ താമസം, റൂം നമ്പർ 504. നിങ്ങളൊന്ന് വരുവോ? വരണേ. ഇവൻ ഒറ്റയ്ക്കാ. നോക്കട്ടെ. റൂം നമ്പർ 504. പ്രിയൻ മരാടിയാക്കരെ ദാ, പുറകെ വിളിക്കലടാ. ദേ ഇത് കണ്ട എന്തൊട്ട്? പെണ്ണുങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്പെഷ്യൽ സ്പ്രേ ആണ്. നീ ഇത് കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ചുകൂടെ പൗഡർ ഇടായിരുന്നു. എന്നിട്ട് വേണം കോലം കെട്ടാനായിട്ട്. ഇവൻ ഏതടാ? അല്ലേനോ കറുപ്പല്ല ഇഷ്ടം. എടാ ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് കറുപ്പാ ഇഷ്ടം. പോരണ്ട ഒരു കമ്പനിക്ക്. ഇവന്റെ ഇഷ്ടം അതാണെങ്കിൽ ഒരു പെണ്ണ് നോക്കുന്നില്ലെന്നായിരുന്നല്ലോ നിന്റെ പരാതി. ചെല്ലടാ ചെല്ല് ചെല്ല്. നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞങ്ങള് പുറത്തുണ്ട്. ചെല്ലടാ. ദൈവമേ കാത്തോണേ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. നമസ്കാരം ഉണ്ട്. ഓരന്റെ അച്ഛനാ കണ്ണൂർ കുഞ്ഞാപ്പു. വലിയ തബലിസ്റ്റാ. ഇതെന്റെ അമ്മ. നമസ്കാരം. ഇവർക്ക് രാജാമണി ചേട്ടനെ വലിയ ഇഷ്ടാ. രാജാമണി ചേട്ടന്റെ പാട്ട് എന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ടാ വരുമോന്ന് ചോദിച്ചത്. എന്നാലും ഇത്ര വേഗം വരുമെന്ന് വിചാരിച്ചില്ല. രാജമണി, ഞാൻ വിളിപ്പിച്ചതേ അന്ന് ആ കോഴിക്കോട്ട് വെച്ച് പാടിയ പാട്ടുണ്ടല്ലോ. കണ്ണിമാകപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ തേങ്ങയാകട്ടെ. മാങ്ങയല്ല മാമ്പഴം. എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ, മാമ്പഴമാകട്ടെ എന്ന് എന്റെ പുന്നാരേ. അന്നേ താളം ശരിയായില്ല. ഒന്നുകൂടെ പാടിക്കേ. അച്ഛൻ പാട്ടില് ഭയങ്കര താളം തെറ്റി അപ്പൊ പിടിക്കും. അതിന് താളം ഉണ്ടായിട്ട് വേണ്ടേ? മൊത്തം അവതാളോ? പാടുമണി, ഞാനൊന്ന് പെരുപ്പിക്കട്ടെ. എന്റെ ശബ്ദം ശരിയല്ല, പിന്നെ പാടിയ പോരെ? അത് പറ്റില്ല, ഒന്ന് ശ്രമിച്ചു നോക്ക്. അകത്ത് തബല പെരുക്കുന്ന ഒച്ചയാണല്ലോ കേൾക്കുന്നത്. അവന് നല്ല താളോലടാ, എല്ലാത്തിലും കാണും അത്. അല്ല എന്നാലും ഒരവതാളം. നീ സൂപ്പർ സ്റ്റാർ ആണ്, എല്ലാ ലക്ഷണമുണ്ട്. വേർത്തു ഒടുക്കത്തെ പെരുപ്പിക്കലായിരുന്നില്ലേ?